രോഗങ്ങളും വേദനകളും അത് ദൈവത്തിൻ്റെ കൃപയായി കണ്ട് സഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. നമുക്കറിയുന്ന പോലെ ഈ കാർലോ അക്യുറ്റസ് ബ്ലഡ് ക്യാൻസർ വന്നതാണ്. എന്നാലും കുർബാന മുടക്കാതെ ദിവികാരുണ്യത്തെ സ്നേഹിച്ച് മരിച്ച ഒരു വിശുദ്ധനാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനേകം മക്കൾ, പ്രത്യേകിച്ച് ഈ തലമുറയിലെ അനേകം യുവജനങ്ങൾ ഈ സഹനങ്ങൾ വന്നിട്ടും ദൈവത്തെ കൈവിടാതെ പ്രത്യാശയോടെ ജീവിക്കുന്നുണ്ട്. നമുക്കും ചിലപ്പോൾ രോഗങ്ങൾ വരാം, ചിലപ്പോൾ ക്യാൻസർ പോലത്തെയോ അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ വരാം. എന്നാൽ നമ്മൾ തളരരുത് പ്രിയപ്പെട്ടവരെ. ഇവിടെ എല്ലാം ഈ സഹനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം കാണാൻ നമുക്ക് കൃപ ലഭിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രതിഷ്ഠയ്ക്കും ഒരു വിലയുണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഭൗതിക ലാഭങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കൂടുന്നെങ്കിൽ തിരിച്ചറിയുക, ഇത് സ്നേഹത്തിൻ്റെ ആഴം നിനക്ക് കിട്ടാനുള്ളതാണ്. മൂന്നാമത്തൊരു സഹനം അനീതിയിലും അപമാനങ്ങളിലും സഹിക്കുന്നൊരു സഹനം. നീതിയില്ലാത്തടുത്ത് നീതിക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെടുത്തും. അതുപോലെ തന്നെ അപമാനങ്ങൾ ഉണ്ടാക്കി വരുത്തുക. നമ്മൾ ചെയ്യാത്ത കുറ്റം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെ എല്ലാം അവരേക്ക് സ്നേഹിക്കാൻ, അവരേക്കും കരുതാൻ, അവരേക്കും പരിഗണിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സഹനമാണ് ആത്മീയ വളർച്ചയിൽ സ്വയം ഉണ്ടാകുന്ന സഹനം. ആത്മീയ മന്ദത എന്ന് പറയും, അല്ലെങ്കിൽ ഡ്രൈനെസ് എന്ന് പറയും. അമ്മത്രീസി പറയുന്നുണ്ട്, 7-ാം സദനം എത്തുമ്പോഴേക്കും എൻ്റെ ഹൃദയം സഹനം കൊണ്ട് തുടിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് കുരിശിലെ യോഹന്നാനെ തൻ്റെ സഭയിലെ അംഗങ്ങൾ ഒരു മുറിയിൽ പൂട്ടിയിടുകയാണ്. അവിടെ പൂട്ടിയിടുമ്പോഴും അദ്ദേഹത്തിന് അതൊരു വേദനയായിട്ട് തോന്നിയില്ല. തൻ്റെ സഹപാഠികൾ ഇത് ചെയ്യുമ്പോഴും വേദനയായിട്ട് തോന്നിയില്ല. എന്നാൽ മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ദിവസം ഈശോ തൻ്റെ ഹൃദയത്തിൽ നിന്ന് അല്പസമയം ഒന്ന് മാറി നിന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കരമായ അസ്വസ്ഥയുണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഇരുണ്ടറയിലിരുന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു, ഓ സ്നേഹജ്വാലയെ, എൻ്റെ ആത്മാവിനെ മൃദുവായി നീ സ്പർശിക്കണമേ. നീ ഇല്ലാതിരുന്നാൽ എൻ്റെ ഹൃദയം വളരെ ശൂന്യമാകും. നമ്മൾ ഈ ഗാനം പലപ്പോഴും കേട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിൻ്റെ ശൂന്യതയിലേക്ക് സഹനങ്ങൾ കടന്നു വരാം. ചിലപ്പോൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒന്നും പ്രാർത്ഥിക്കാത്തതുപോലെ തോന്നാം. പ്രാർത്ഥിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചാപ്പലിൽ പോയിരുന്നിട്ടും ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാം. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സഹനമുണ്ട്, ആത്മീയ മന്ദത. അല്ലെങ്കിൽ കൂടപ്പിറപ്പുകളുടെ സഹനം, ചുറ്റുപാടുകളിൽ നിന്നും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ കളിയാക്കാം. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ രോഗത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് കളിയാക്കാം. പ്രിയപ്പെട്ടവരെ, അൽഫോൻസമ്മയ്ക്കും ഒത്തിരി സഹിച്ചിട്ടുള്ളത് ആ സഹനത്തിൻ്റെ പേരിൽ. അതുപോലെ കൊച്ചു ത്രേസ്യ പുണ്യവതി, ഇങ്ങനെയുള്ള സഹനങ്ങളെ അവർ ദൈവത്തിൻ്റെ സ്നേഹമായി കണ്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ സഹനത്തെ നമ്മൾ ഏത് കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നതെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. അതുകൊണ്ട് ക്രിസ്തു വിശ്വാസികൾക്ക്, യേശുവിനെ നാഥനും രക്ഷകനുമായി വിശ്വസിക്കുന്ന വിശ്വാസിക്ക് യേശു നൽകുന്ന അവകാശമാണ് സഹനം. ഈ സഹനം നമുക്കൊരു അവകാശമാണ്. മത്തായി ശ്രീകാരുടെ സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം, മത്തായി 10:38 വചനം പറയുക, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എനിക്ക് യോഗ്യനല്ല. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വചനം ഒത്തിരി ധ്യാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈശോയുടെ കുരിശെടുത്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ എൻ്റെ കുരിശെടുത്ത് ഈശോയെ അനുഗമിക്കാം? അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ചിന്ത കിട്ടുകയാണ്. അനുഗമിക്കാൻ പറഞ്ഞ വ്യക്തി നമുക്ക് മുൻപേ പോകുന്നുണ്ട്. അതുകൊണ്ടല്ലേ ആളെ അനുഗമിക്കാൻ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുരിശെടുക്കുമ്പോൾ ഈശോ മുൻപിൽ നടപ്പുണ്ട്. അപ്പോൾ ഈശോ ഇങ്ങനെ പറയാണ്, കുറേ കഴിയുമ്പോൾ നീ എടുത്ത കുരിശ് നിനക്ക് ഭാരമായി തോന്നാം, അല്ലെങ്കിൽ കൈ കഴയ്ക്കാം, നിൻ്റെ മനസ്സാകെ മടുത്തു പോവാം, സഹനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത പ്രിയപ്പെട്ടവർ നമുക്കുണ്ടാകാം. ഈശോ പറയുക, നിൻ്റെ കയ്യിലുള്ള കുരിശില്ലേ എൻ്റെ ചുമലി വെച്ചതാ, ഞാൻ മുൻപേ പോകുന്നുണ്ട്, നീ ആ ശിമയോനെ പോലെ ആ കുരിശ് എൻ്റെ ചുമലിൽ വെച്ചതാ, ഞാൻ ചുമക്കാം. നീ എന്ത് ചെയ്യണമെന്നറിയോ? ഈ കുരിശൊന്ന് താഴെ നിന്ന് പൊന്തിച്ച് തന്നാൽ മതി, ഞാൻ ആ ഭാരം മുഴുവൻ എൻ്റെ ചുമലിൽ ചുമക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളെടുക്കുന്ന ഓരോ സഹനങ്ങളും ഈശോയുടെ ചുമലിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഭാരം കൂടുമ്പോൾ ആ കുരിശൊന്ന് പൊന്തിച്ചു കൊടുക്കണം. അതാണ് ഇവിടെ വചനം പറയണേ, മത്തായി 10:38, സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എനിക്ക് യോഗ്യനല്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ കുരിശെടുക്കുമ്പോൾ മുൻപേ പോകുന്ന ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചു കൊടുക്കാൻ പറ്റണം. ഇവിടേക്കാണ് നമ്മുടെ ആത്മീയത വളരുന്നതും ശക്തി പ്രാപിക്കുന്നതും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്കും ശക്തമായി കർത്താവെ, സഹനങ്ങളെ അതിജീവിക്കാൻ, സഹനങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 29-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല
അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. യേശുവിനെ വിശ്വസിക്കുക മാത്രമല്ല, ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്ന സഹനം മാറണേ, സഹനം മാറണേ, സഹനം മാറണേ എന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അവരുടെ പ്രാർത്ഥന മുറിയിൽ എഴുതി വെക്കേണ്ട വചനമാണ് ഫിലിപ്പിക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാം വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിച്ച കൃപയെ നമ്മൾ മറക്കരുത്. സഹനം യഥാർത്ഥത്തിൽ ഒരു ശിക്ഷണമാണ്. സഹനം ഒരു ശിക്ഷണമാണ്. എന്തിനാണ് ശിക്ഷണം തരുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ കുട്ടികൾ പറയാറുണ്ട്, ഈ പരീക്ഷ ആരാണോ കണ്ടുപിടിച്ചത് എന്നിങ്ങനെ ചിന്ത വരാറുണ്ട് കുട്ടികളുടെ ഇടയിൽ. നമുക്കറിയാം, ഒരു അധ്യാപകൻ പരീക്ഷ എടുക്കുന്നത് കുട്ടിയെ തോൽപ്പിക്കാനല്ല, മറിച്ച് കുട്ടിക്ക് എന്ത് മനസ്സിലായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് നമ്മളും തിരിച്ചറിയണം. ജീവിതത്തിൽ സഹനമെന്ന പരീക്ഷകൾ നമ്മോട് പറയുന്നതെന്നറിയോ? നിന്റെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങൾ നീ എത്രമാത്രം ഈശോയുടെ സ്നേഹത്തെ, ഈശോയുടെ കരുതലിനെ, ഈശോയുടെ കൃപയെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരീക്ഷകൾ ജീവിതത്തിലുണ്ടാകും. അതൊരു ശിക്ഷണമാണ്. സ്വയം വിലയിരുത്താനും സ്വയം തന്നെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ കൃപയാണ്. 1 പത്രോസ് 1-ാം അധ്യായം 7-ാം വാക്യം പറയാം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അപ്പം നമ്മുടെ വിശ്വാസം ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു കൃപയുണ്ടാകണം. എന്നിട്ട് പറയാ, അത് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ബഹുമാനത്തിനും ഹേതുവായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ 2-ാം വരവിൽ ഈ സഹിക്കുന്നവർ രക്തസാക്ഷികൾ ദൈവമഹത്വത്തിനായി നിറയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഫാത്തിമയിലെ ഒരു 3-ാം സന്ദേശത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത് ഇപ്രകാരമായിരുന്നു. അത് പുറത്തറിയപ്പെട്ടിട്ടില്ല എന്നൊക്കെയും പറഞ്ഞ് ഈ ലോകത്ത് ഒത്തിരി ചർച്ചകൾ നടന്നൊരു കാലഘട്ടമുണ്ട്. എന്നാൽ അത് കൃത്യമായിട്ട് സഭ പഠിപ്പിക്കപ്പെട്ടതാണ് ഈ 3-ാം സന്ദേശം. അതിപ്രകാരമായിരുന്നു. അത് പ്രിയപ്പെട്ട നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ, ദിവംഗതനായ ബെനഡിക്റ്റ് പാപ്പയാണ് അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത്. പ്രിയപ്പെട്ട, അതെന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ദർശനം കാണിച്ചു കൊടുക്കുന്നത്. ഒരു വെള്ളിയുടെ കുരിശ്, അതിൽ ഈശോ കിടക്കുന്നു. അതിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രക്തമൊഴുകുന്നു. അതിന് പുറകിലായിട്ട് പരിശുദ്ധ അമ്മയുണ്ട്, മുഖ്യദൂതനായി മിഖായേലുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇതെല്ലാം കാണുന്നത്. ഈ ദർശനത്തിൽ കാണിച്ചു കൊടുക്കാൻ ലൂസിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ കുന്നിൻ മുകളിലേക്ക് മാർപ്പാപ്പ കയറി ചെല്ലുന്നു. പുറകിൽ കർദിനാൾമാർ, വൈദികർ, അൽമായ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചുകൊണ്ട് കയറുന്നു. എന്നാൽ ഈ അടിയിലുള്ള താഴ്വരയിൽ അതിക്രൂരമായ മരണങ്ങൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങൾ സംഭവിക്കുന്നു. പെട്ടെന്ന് മാർപ്പാപ്പയെ വെടിവെക്കുന്നു. അതുപോലെ വൈദികരെ, അഭിമന്യ പിതാക്കന്മാരെ, കർദിനാൾമാരെ കൊല്ലുന്നു. അങ്ങനെ ഒത്തിരി മനുഷ്യർ ഈ കാര്യത്തിൽ മരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് കാണുന്നത് ഒരു സ്വർണ്ണ തളിക പോലെയുള്ള തളികയിൽ ഇവരുടെ രക്തമെടുക്കുകയാണ്. ഈ മരിച്ചവർ, മരിച്ച് സഭയ്ക്ക് വേണ്ടി പീഡനമേറ്റ് മരിച്ചവരുടെ രക്തമെടുത്തിട്ട് ഈ മാലാഖ എന്ത് ചെയ്യുന്നറിയോ? ഈ കറാപ്പ് പോലെയുള്ളതിൽ മുക്കി തെളിക്കുക. ഈ തെളിക്കുമ്പോൾ ഈ വേദനിക്കുന്ന, തകർന്നിരിക്കുന്ന മനുഷ്യർ അവിടെ നിന്ന് ഉയർക്കുന്നതായിരുന്നു ആ ദർശനത്തിൻ്റെ വെളിപാട്. അണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ആ ഊരിപ്പിടിച്ച വാളുമായിട്ട് ആദ്യം വന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ പ്രഖ്യാപനമാണ്. കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാനില്ലെന്നുള്ളതാണ് ആ ദർശനത്തിൽ കാണിച്ച കുരിശ്. മറ്റൊന്ന്, അന്ത്യകാലഘട്ടത്തിൻ്റെ പ്രവാചകയായ പരിശുദ്ധ അമ്മ ഈ സഹനവേളകളിലും നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രക്തസാക്ഷികളുടെ ചുടുനിണം വീണ സഭ ഇനിയും ഉയർത്തെഴുന്നേക്കും. പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം സഹനമുണ്ടോ അവിടെയെല്ലാം വളർച്ചയുണ്ട്. എവിടെയെല്ലാം സഹനമുണ്ടോ അവിടെയെല്ലാം സ്നേഹത്തിന് പരാജയമില്ലാതെ വിജയമുണ്ട്. പ്രിയപ്പെട്ടവരെ, സഹനം ഒരു വിധിയല്ല, ഒരു ദൈവവിളിയാണ്. ജീവിതത്തിൽ എന്നും കുറിച്ചിടണേ, പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് സഹനം ഉണ്ടാകും, കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് സഹനം ഉണ്ടാവും, ബാല്യത്തിലും യൗവനത്തിലും സഹനം ഉണ്ടാവും. എല്ലാ സഹനങ്ങൾക്കൊരു ഉത്തരമുണ്ട്, ക്രൂശിതനായ ക്രിസ്തുവിൽ. ഒരിക്കൽ ബേബി ജോൺ കലയന്താനി എഴുതിയ മനോഹരമായ ഗാനത്തിൻ്റെ ഈരടികൾക്ക് ഈണം കൊടുക്കാനും എഴുതാനും കാരണമായ സന്ദർഭത്തെക്കുറിച്ച് ബേബി ചേട്ടൻ പറയാൻ ഇടവന്നത് ഓർക്കുകയാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഉൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ. പ്രിയപ്പെട്ടവരെ, ഈ ഗാനം എഴുതാൻ കാരണം തൻ്റെ കൂട്ടായ്മപ്പെട്ട ഒരു സഹോദരിക്ക് ക്യാൻസർ വന്ന് മരിക്കാൻ കിടക്കുക.
എനിക്ക് കിടക്കുന്ന ഈ സഹോദരി ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ ആ സഹോദരി ബേബി ചേട്ടൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദര, മുൾമുടി അണിഞ്ഞുകൊണ്ട് ഈശോ എൻ്റെ മുഖത്ത് മുത്തം തരുമ്പോൾ മുള്ളാണോ ചുണ്ടാണോ കൊള്ളുക? ബേബി ചേട്ടൻ കുറച്ചു നേരം ചിന്തിച്ചിട്ട് പറഞ്ഞു, അത് മുള്ളല്ലേ ചേച്ചി കൊള്ളാം. അങ്ങനെ എനിക്ക് എൻ്റെ ഈശോ ചുംബനം തരുമ്പോൾ മുള്ളു കൊള്ളുമ്പോൾ അത് വേണ്ടെന്ന് ഞാൻ പറയണോ? പ്രിയപ്പെട്ടവരെ, ഈ വരികൾ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം ചാപ്പലിൽ ക്രൂശിത രൂപത്തെ നോക്കി എഴുതി, മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകൾ എൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. പ്രിയപ്പെട്ടവരെ, ആ ഗാനം ഇന്നും പാടുമ്പോൾ അനേകർക്ക് മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ തിരിച്ചറിയണേ, ഒരു സഹോദരിയുടെ മരണക്കുറിപ്പായിരുന്നു അത്. സഹനത്തിന് അങ്ങനെ ഒരു വിലയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം വില കൽപ്പിക്കാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സഹനം മനുഷ്യൻ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. ചുറ്റുപാടുള്ളവർ ചോദ്യം ചെയ്യും, സഹിച്ചിട്ട് എന്ത് കാര്യം, എന്ത് കിട്ടിയെന്ന്. അവരോട് പറയണേ, പ്രഭാഷകന്റെ പുസ്തകം 39:17, ഇതെന്ത്, എന്തുകൊണ്ട്, എന്തിങ്ങനെ ആർക്ക് ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം അത് വെളിപ്പെടും. അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ജലം കുന്നുകൂടി, അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങളുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആർക്കും ഇതിനെ വിധിക്കാൻ കഴിയില്ല. ദൈവം അതിനുള്ള കൃപ തരും. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ പ്രേരക ശക്തി ദൈവമാണ്. സഹിക്കുന്നവൻ അവന് പ്രേരക ശക്തിയാകേണ്ട ദൈവമാണ്. പിതാവായ ദൈവമാണ്, പുത്രനായ ഈശോയാണ്, ഈശോയിലെ കുരിശിലെ ബലിയാണ്.